പിയോവിയാ? അല്ല വന്നോ സോറി, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം. കേട്ടോണേ. അവരയച്ചെന്നാണ്. ഇപ്പൊ അതാണ് ട്രെൻഡ് കേസ്. ഇപ്പൊ പുതിയ ട്രെൻഡ് തൊപ്പിക്ക് ഒരു ഇപ്പൊ അതാണ് ട്രെൻഡ് കേസ്. ഇപ്പൊ പുതിയ ട്രെൻഡ് തൊപ്പിക്ക് ഒരു ട്രെൻഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇപ്പൊ നാട്ടിലുള്ള എല്ലാരും 5 പേരെ വിളിച്ചിരുത്തിയിട്ട് ഗ്രൂപ്പ് ലൈവ്. ഇത് ഇപ്പൊ ഇൻസ്റ്റ പറഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റ ഇറങ്ങിയ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഏതോ ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് മറ്റേത് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഇതേ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഒന്നും കളിക്കണ്ട. ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം എടാ ഇത് ആരടാ കണ്ണാടാ? ഇതേത് കണ്ണാടാ? ആണോ? എന്ത് പേര്? നാച്ചുറൽ അഭിനയം. അയ്യോ ബാക്കിയുള്ളവന് പറയണമെന്നുണ്ട്. എന്താ യൂട്യൂബർ ആണോ? ചാറ്റ് പറ. എന്താ ചാറ്റ് പറ? ഈഗിളോ? ഞാൻ സെർച്ച് ചെയ്തോട്ടെ. എന്താ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? യൂട്യൂബർ ആണോ? സെർച്ച് ചെയ്തോട്ടെ. ഞാൻ സെർച്ച് ചെയ്തോട്ടെ. നോട്ടെ എന്താ ആട് വീഡിയോ കാണട്ടെ. എന്താ പുള്ളി പറയാ? പ്രൊമോഷൻ കൊടുക്കില്ലെന്നോ? പ്ലീസ് അത് കേക്കണം പ്ലീസ്. നോട്ടെ എന്താ ആട് വീഡിയോ കാണട്ടെ. വേണ്ട ഗെയിംസ് വേണ്ട ഒന്നും വേണ്ട. ഇയാള് ഗെയിമറാണോ? ഇയാള് ഗെയിമറാണോ? അതെ. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ ഗെയിം 4, 3, 5 ഈ ബ്രോ വെളുപ്പിന് 2:40 2572 പേര് മൊബൈലിൽ ഡിഫോൾട്ട് അല്ലാത്ത ആപ്പാണ് കിക്ക്. യൂട്യൂബ് അല്ല, മനസ്സിലായ? യൂട്യൂബ് അല്ല, അത് ഫോൺ മേടിക്കുമ്പോൾ ഫ്രീ കിട്ടുന്ന ആപ്ലിക്കേഷൻ. അതിനകത്ത് ലോകത്തുള്ള എല്ലാ ഫോണിലും ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന. സജിത് ഗെയിമിംഗ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. ഈ ഡൊണേഷൻ ഇപ്പൊ ഒരു എങ്ങനെ പോയാലും ഒരു 3500 രൂപ വരുവേ. വെളുപ്പിന് 2:41 മച്ചാനെ. ഞാൻ ഇപ്പോഴും പറയുക ബ്രോ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, മനസ്സിലായോ? അത് ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങളിത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല, ഞാനത് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ബ്രോ ഇപ്പം എന്നെ ലോകത്ത് എല്ലാവർക്കും അറിയണം എന്നില്ല, പക്ഷെ എന്ന് കരുതി ചുമ്മാ ഇരുന്ന് വാണം എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അതിന്റെ ആവശ്യമുണ്ടോ? ബ്രോയ്ക്ക് ഒരു അഭിപ്രായം പറയാം. എന്നെ ലോകത്ത് എല്ലാവർക്കും അറിയണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പക്ഷെ ബ്രോ ഇരുന്ന് മറ്റേ ഒരാളെ പറ്റി പറയുമ്പോൾ ചുമ്മാ ഇരുന്ന് വേണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോടാ? കുറിയിട്ട കുണ്ണേ. അല്ല മച്ചാനെ, എനിക്ക് ഞാൻ മര്യാദക്ക് സംസാരിക്കുമ്പോ എന്താ? അല്ല ഞാൻ അതിനകത്ത് നിങ്ങളെ എന്തെങ്കിലും തെറി വിളിക്കുവോ മറ്റേ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ? ഏടാ, അല്ല എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ഇതിൽ എന്താണ് മോശമായിട്ട് പറഞ്ഞതെന്ന്. വാണം എന്നൊക്കെ വിളിക്കുക എന്നെ അറിയത്തില്ല, ഓക്കെ സമ്മതിച്ചു, എനിക്ക് പ്രശ്നമില്ല. അത് ലോകത്തുള്ള എല്ലാവർക്കും ഈഗിൾ ഗെയിമിങ്ങിന് അറിയണമെന്നുണ്ടോ? ഇല്ല ബ്രോ. ഞാനിത് ഇത്രയും നേരം ഞാൻ ഇവരുടെ അടുത്ത് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഇതുവരെ ഈ PO കണ്ടില്ല. ഞാൻ ബാക്കി ഇവിടെ ഒന്ന് കണ്ടോട്ടെ ഒരു മിനിറ്റ്. ആളില്ലാത്തതിന് എന്ത് ചെയ്ത് കാണാനില്ലാത്തതിനോ? കാണാനില്ലാത്തതിനോ? കാണാത്ത ഇയാള് ഗെയിം കാണില്ല എന്നുള്ള വിഷമൊക്കെ പറയണ്ടല്ലോ. ചുമ്മാ നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് 3-4 പേരെ ഇതാക്കിയിട്ട് ഇത് ചെയ്ത അയ്യോ അയ്യോ മനസ്സിലായോ? പൗഡർ കൺമശി ഇവരെന്താ വിഷമോ? ഞാൻ ഇവന്റെ ചാനലൊന്ന് നോക്കിയോട്ടെ. എന്താ ഈഗിളാ? നമ്മുടെ പകുതി സബ്സ്ക്രൈബേഴ്സ് പോലില്ലോടാ. എന്റെ മച്ചാനെ മണവാള അണ്ണാ, ലൈക്ക് നോക്കി അണ്ണാ. ലൈക്ക് നോക്ക് അണ്ണാടി 245 ആക്കട്ടെ. എനിക്ക് നിന്നോടൊരു ബേസിക് റെസ്പെക്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇരുന്ന് അവരാധിക്കുന്നില്ല, മനസ്സിലായോ? പക്ഷെ
ഒരാളുടെ അടുത്തൊരു കാര്യം മര്യാദയ്ക്ക് സംസാരിച്ചപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കുറി തൊട്ട കുണ്ണയൊക്കെ പിടിച്ചിരുത്തി വാണെന്ന് വിളിക്കുന്നത് നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ബ്രോയുടെ സബ്സ്ക്രൈബേഴ്സ് 1.5 മില്യൺ മറ്റേ ഈ പറയുന്ന പോലെ പ്രാങ്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ ബ്രോ? ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യൂസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാ, മനസ്സിലായോ? പക്ഷെ എനിക്ക് ഇങ്ങനെ ബോധിപ്പിക്കണം, ഞാനൊരു ബേസിക് ഇത് പറഞ്ഞേ ഉള്ളൂ. അതിന് നിങ്ങളത് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണെന്നുള്ള രീതിയിൽ എല്ലാവരും അത് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞോളൂ. നിങ്ങളെ അതിന് വേണമെന്നോ മറ്റേ അണ്ടിന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? ഈ കുറി തൊട്ട കൊളവാണത്തിനെ ഞാൻ പിടിച്ചോളാം. ഇവനുള്ളത് ഞാൻ കൊടുക്കാം. ഇത് കഴിയട്ടെ, നിനക്ക് തരാടാ പൗഡർ വാണവേ. എന്നിട്ടാണ് ഇത്ര വിഷമം പറഞ്ഞ ആള്. വലിയ യൂട്യൂബറാന്ന് വിചാരിച്ച് നമ്മുടെ പകുതി സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. രണ്ട് തുള്ളി പോയണ്ണ. അതാണ് വിഷമോ? എല്ലാരും പറയാളടുത്ത് കൊള്ളാട്ടാ. ആളെ പേരെടുക്കൽ പേരെന്നിട്ടാ എന്താ എന്താ ഈഗിൾന്ന് പറഞ്ഞത്? ഈ കണ്ടിട്ടുണ്ടാ? ഇല്ല, ഞാൻ അതിനാണ് ഞാൻ സങ്കടം പറഞ്ഞപ്പോഴല്ലേ. അല്ലടാ, അപ്പൊ എന്താ ആളെ ഗെയിം ആരും കാണാത്ത? അല്ല നോക്കട്ടെ, ഞാൻ എന്ത് ചെയ്ത് ഗെയിം എന്താ ഗെയിമാ? ആളെ ഗെയിം കാണില്ല എന്നാളെ വിഷമം പറയണ്ടേ. ആർക്കും ഗെയിം കാണണ്ട, ആർക്കും ഗെയിം ഒന്നും വേണ്ട. എന്താടാ ഇപ്പൊ ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നാളെ സപ്പോർട്ട് ചെയ്യണം. പാവം ആളെ എനിക്കൊരു വലിയ ഷൗട്ട് ഔട്ട് തന്നതിന് മണവാളൻ മീഡിയ ഒരു എനിക്കത് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് താങ്ക് യു സോ മച്ച്. അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു വലിയ ഷൗട്ട് ഔട്ട് തന്നു. താങ്ക് യു മീൻസ് ലോട്ട് ബ്രദർ, മീൻസ് ലോട്ട്. ഗെയിം ഒന്നും ആരും കാണുന്നില്ല എന്നുള്ള വിഷമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും നാളെ സപ്പോർട്ട് ചെയ്യാ. ഏത് പുള്ളിക്കാരുടെ അടുത്ത് ഒരു നല്ല കോമഡി ഉണ്ട്, പൗഡർ ഉണ്ട്, കൺമഷി ഉണ്ട്, കുറിയുണ്ട്. അയ്യോ സത്യം, ഒരു സാധനം കൂടി കുറവുണ്ടായിരുന്നു. മറ്റേ ഇതല്ലേ ഗൈസ്, അപ്പൊ എല്ലാരും ആ പാവത്തെ ഈ കണ്ണടക്കാരനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഏതാളെന്തോ ഗെയിം ആർക്കും കാണുന്നില്ല എന്നുള്ളൊരു വിഷമം പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്ത് ആളൊന്ന് സപ്പോർട്ട് ചെയ്യാ, പാവം. ഏത് അതാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടൊക്കെ നമ്മള് മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മളെ കാണാൻ അതൊക്കെ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്ത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യേ. ഇതുപോലെ പാവങ്ങളെ എന്ത് ചെയ്ത് സപ്പോർട്ട് ഇല്ലാന്ന് കാണുമ്പോ നോക്കട്ടെ, ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ. എന്താണ് ഒന്നുകൂടി വേണ്ടി അടിച്ചേ, എന്താ പറയണ്ടിരുന്നത്? 3-4 പേരെ ഇതാക്കിയിട്ട് ഇത് ചെയ്താ മതി. ചുമ്മാ ഇരുന്ന് അവന്റെ ഇത് പറയാ. ആ ഒരു ഇതായി മനസ്സിലായ ഒന്നും വേണ്ട. ചുമ്മാ നമ്മളിങ്ങനെ ഇതേ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഒന്നും കളിക്കണ്ട. ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം വേണ്ട, ഗെയിംസ് വേണ്ട, ഒന്നും വേണ്ട. ചുമ്മാ നമ്മളിങ്ങനെ ഇവിടെ അയ്യോ പാവടാ, ഗെയിംസ് വേണ്ട. ഇതെന്താ ഇയാള് മരിച്ചാ? മച്ചാൻ ഭയങ്കര പൊളിയാട്ടോ. മരിച്ചോ? ഒരാളെ റിയാക്ട് ചെയ്തിട്ടിരുന്ന് പറയണ ഇവൻ മരിച്ചോ? എന്താ ഇതെന്താ? ഇയാളെന്താ നോക്കട്ടെ, ഞാൻ ഇയാളെന്താ നോക്കട്ടെടാ. ഇയാളിപ്പോ അടുത്തൊന്നും വീഡിയോ ഇട്ടിട്ട് കാണാനില്ലാട്ടാ. അപ്പൊ ഇവിടെ മുന്നത്തെ ആൾക്കാരെ അയ്യോ, അപ്പൊ ഇപ്പത്താവൂലടാ. എടാ സംഭവിച്ചു, ആള് മരിച്ചെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യട്ടാ. ഞാൻ മറുപടി പറഞ്ഞല്ല. വയ്യ വേണ്ട പറഞ്ഞാ ചെലപ്പോ വേണ്ടാ ആളെന്തോ പറ്റിന്ന് തോന്നുന്നു. കാരണം എന്ത് ചെയ്ത് ഇത് പറയണ്ട്. കാരണം ഇപ്പൊ വീഡിയോ ഒന്നിട്ട് കാണാനില്ല. ഇല്ല, ചാനലില് വീഡിയോസ് ഒന്നും കാണാനില്ല. ഇല്ല, നിർത്തി പോയി തോന്നുന്നു. അല്ല ചിലപ്പോ എന്തോ പറ്റിട്ടുണ്ട് അവിടെ. അപ്പൊ എന്തിനാ കേട്ടെ, ഇനി എന്ത് ചെയ്ത് RIP എന്ന് പറഞ്ഞ സംഭവം അതിനോട് കുറിച്ച് എന്ത് ചെയ്ത് ഇടപെടുന്നില്ല. ഏത് എന്തായാലും ആവട്ടെ, എനിക്കറിയില്ല ഈ ചങ്ങായിനൊന്നും. ഈ ചങ്ങായുടെ ഗെയിം എന്താ ആരും കാണുന്നില്ല എന്ന് പറയണത്. അതെ, നമ്മളിപ്പോ ആരെ ഗെയിം കാണില്ല എന്ന് പറഞ്ഞപ്പോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നാളെ എല്ലാരും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് എന്തേലും ഒന്ന് സപ്പോർട്ട് കൊടുക്കുക പാവത്തിന്. എന്ത് ഗെയിം കാണുന്നില്ല എന്നുള്ള വിഷമ പറയണത്. ഞാൻ അടുത്തൊരു ഫോട്ടോ നോക്കിയോട്ടെ. ഇതെന്താ ആലോചിച്ചത്? എന്താ വെച്ചിട്ടുണ്ടല്ലോ ഇതെന്ത് എടാ, ഇതില് നീ എന്താ കണ്ട്? ഒട്ടക. നീ എന്താ കണ്ട്? നീ എന്താ കണ്ട്? തരി അടിച്ചുള്ളത് സൂപ്പർ. ചാറ്റ് നോക്കിയേ.
സത്യത്തെ മലയാളം അറിയിപ്പിനെ പറ്റി സ്വന്തമായിട്ട് സീനില്ല. അല്ല കുറച്ചും കൂടെ അടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഈഗിൾ സ്പാം ആയിരിക്കും മറ്റേ അതിന്റെ ചാറ്റ് മൊത്തം ചാറ്റ് മാത്രം പോട്ടെ ഇവന്മാര് മറ്റേ ഇവർക്ക് റിപ്ലൈ പറയുക എന്നുള്ളൊരു സാധനമല്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞത് ഇത്രയാണ് കേസ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ ലൈവ് വന്നിട്ട് കൊണ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ നമുക്കൊരു ആവറേജ് വാച്ചിങ് ഉണ്ട്. മനസ്സിലായ? കമന്റ് ബോക്സ് നോക്കിയില്ല, വേണ്ട കുഴപ്പമില്ല. നമുക്കൊരു ഇത്ര വാച്ചിങ് ഉണ്ട്. അപ്പൊ ഗെയിംസ് ഒന്നും കളിക്കണ്ട, നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചില്ലായിട്ട് സംസാരിച്ചാൽ തന്നെ ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാവും. ഇപ്പോഴാ സ്ട്രീമിങ്ങിന്റെ പാറ്റേൺ ചേഞ്ച് ആയി എന്നുള്ളൊരു സാധനം പറഞ്ഞു. അതിൽ ഞാൻ തെറി പറയാ മോശമായിട്ട് പറയാനൊന്നുമില്ല. മനസ്സിലായ? പിന്നെ മണവാളം എന്ന് പറയുന്ന പുള്ളിയുടെ അടുത്ത് ഞാൻ അത്രയും നേരം ഞാൻ ഒന്നും പറയണേ വേണ്ട പറഞ്ഞ ശരിയാവില്ല. ഞാൻ ചിലപ്പോ ഞാൻ ട്രിഗറായി പറഞ്ഞു ചിലപ്പോ വേറെ എന്തേലും ഇതായിപ്പോ. ബ്രോ ഞാൻ ഒറ്റ കാര്യം പറയാം, ഒഫൻസീവ് ആയിട്ടൊന്നും ഫീൽ ചെയ്യരുത് ബ്രോ. ഈ 4 മറ്റേ കുറി തൊട്ട മറ്റേ കൺമശിക്കുണ്ടനെയും ഒക്കെ വിളിച്ചിരുത്തി 4 പേരായിട്ട് ഇരുന്ന് 1.5 മണിക്കൂർ അപരാധം പറയുന്നതിന് കിട്ടുന്ന വ്യൂസ് ഇല്ലേ, അതെന്റെ സ്റ്റാർട്ടിങ് സൂൺ എനിക്കുണ്ട്. വെറുതെ എന്റെ സ്റ്റാർട്ടിങ് സൂൺ എന്റെ ചാനലിൽ വരും. മനസ്സിലായ? അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട, എനിക്ക് നിന്റെ ഒന്നും എക്സ്പോഷർ വേണ്ട. താങ്ക് യു സോ മച്ച് ഫോർ ദ ഷൗട്ട് ഔട്ട്. മനസ്സിലായ? നീയൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന വ്യൂസ് എനിക്കിപ്പോൾ തൽക്കാലം കിട്ടുന്നുണ്ട്. നിന്റെ ഒന്നും ഔദാര്യം എനിക്ക് എന്തായാലും വേണ്ട. നീയൊക്കെ നിന്റെ കൂട്ടത്തിലിരിക്കുന്ന 4 വാണങ്ങൾക്ക് ചാനൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ്റെ ചാനലിൽ ഔദാര്യം കൊടുക്ക്. നിന്റെ 1.5 ലക്ഷം നീ 1.5 മില്യൺ എന്നൊക്കെ പറയണത് നിന്റെ ചാനലിൽ. അപ്പം നിന്റെ മറ്റേ പ്രാങ്ക് ചാനലിന്റെ കാര്യമല്ലേ പറയണേ? എനിക്ക് പ്രാങ്ക് ചാനലില്ല. ഞാൻ നാട്ടുകാരുടെ അടുത്ത് നേരെ പോയിട്ട് എൻ്റെ തുണി നോക്കി കാണിച്ചിട്ട് ഹായ് ദാ എനിക്ക് സാധനം ഇല്ല, പ്രാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞ് ലൈക്ക് മേടിച്ചിട്ടുള്ളൊരു ചാനലല്ല ബ്രോ എൻ്റെ. ഞാൻ ഗെയിംസ് കളിക്കുന്ന ചാനലിൽ ഇടയ്ക്കൊക്കെ റിയാക്ഷൻസ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മനസ്സിലായോ? ലൈക്ക് എനിക്ക് എന്ന് കരുതി എൻ്റെ സബ് കൗണ്ടിലല്ല. ഞാൻ അന്നേരം നിങ്ങൾ ലൈവ് ചെയ്യുന്നെങ്കിൽ ലൈവ് ചെയ്യും ബ്രോ. നിങ്ങൾ ലൈവ് ചെയ്തേ കണ്ട ഇതിൽ തന്നെ നോക്കിയാൽ മതി ബ്രോ. ഇത്രയും നാൾ ഇത്രയും ദിവസം ലൈവ് ഇട്ടില്ലേ? ഇത്രയും ദിവസം ലൈവ് ഇട്ടിട്ട് അതിനകത്ത് അത്യാവശ്യം ഒരു വ്യൂസ് എങ്കിലും വന്നത് എന്നെ അപരാധിച്ചപ്പോഴാണ്. മനസ്സിലായേ? അവിടെ അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാനൊന്നും